നല്ല മണമാണ് കേട്ടോ. ഹലോ അത് അത് അപ്പയമ്മ. ഹായ് എവരിബഡി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഈ അടുത്തൊന്ന് വാഗമൺ വരെ പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഓണം ആ ഒരാഴ്ച ഭയങ്കര തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലും ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ എനിക്കൊരു ചെന്നൈ ട്രിപ്പ് ഉണ്ടായിരുന്നു കരിയറിൻ്റെ ഭാഗമായിട്ടുള്ള. അങ്ങനെ ആകെ മൊത്തം ഭയങ്കര തിരക്കും ആകെ സാച്ചുറേറ്റഡ് ആയിട്ടിരുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്കൊന്ന് ബ്രീത്ത് ചെയ്യണം, അപ്പോൾ നമുക്കൊരു ട്രിപ്പ് പോകാം. അപ്പോൾ വാഗമൺ ഇവിടെ നിന്ന് വളരെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഹാർഡ്ലി ഒരു 2 hours ഡ്രൈവ് ഒക്കെ ഉള്ളൂ. ഇറ്റ് വാസ് എ മച്ച് നീഡഡ് ബ്രേക്ക്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ വ്ളോഗ് പോലൊന്നും എടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുമെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചതായിരുന്നു. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുമ്പോൾ ഈ ഏലക്ക, അതേപോലെ കാപ്പിക്കുരു, തേയിലപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഒരു കടയുണ്ട്. അവിടുന്ന് വാങ്ങുന്ന സാധനങ്ങളൊക്കെ എനിക്ക് ഇതുവരെ ഉപയോഗിച്ചതിൽ ഭയങ്കര നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ അടുത്ത് നമ്മുടെ ബേക്കിംഗ് സ്റ്റുഡിയോയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ വന്നപ്പോൾ ചോദിക്കുകയുണ്ടായി നമ്മുടെ ഏലക്കയും അതേപോലെ സിനമൺ സ്റ്റിക്കും ഒക്കെ നല്ലതാണ്, ഇത് എവിടുന്ന വാങ്ങാറുണ്ട്. വാഗമൺ സൈഡ് പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കടയിൽ നിന്നാണ്. അല്ല എങ്കിലും നമ്മൾ എറണാകുളം സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ നമ്മുടെ ബ്രോഡ്വേയുടെ അടുത്തുള്ള കുറേ ഹോൾസെയിൽ ഷോപ്സ് ഉണ്ട്. അതിലും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പുണ്ട്. ഇനി എപ്പോഴെങ്കിലും ഞാൻ ആ സൈഡ് ഇനി പോകുമ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ഒരു കവറേജ് ഞാൻ എടുക്കാം. നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ. അപ്പോൾ നമുക്ക് എന്തായാലും വലിച്ചു നിന്നിട്ടുണ്ട് വേഗം വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനും ചേട്ടനും ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ടീ ലവേഴ്സ് ആണ്. നിങ്ങളും അതുപോലെ ഒരു ടീ പേഴ്സൺ ആണ്, ഒരു ടീ ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ബ്രാൻഡാണ് കേട്ടോ ഈ കൈർലി ടീന്റെ. കാരണം ഇത് എ വി ടീന്റെ ബ്രദർ ഗ്രൂപ്പ് ആണെന്നാണ് അവർ പറഞ്ഞത്. നല്ല ടേസ്റ്റ് ആണ്. ഞങ്ങളിപ്പോൾ പോയാലും കുറച്ച് ബൾക്കായിട്ട് തന്നെ മേടിക്കും. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് കടുപ്പത്തിന് നല്ല കടുപ്പുണ്ട്, നമ്മൾ കുറച്ചിട്ടാൽ മതി. അതേപോലെ തന്നെ മീഡിയം ചായക്കാണെങ്കിൽ അത് രീതിയിൽ നമുക്ക് ഓൾട്ടർ ചെയ്ത് എടുക്കാം, വളരെ കുറച്ച് മതി. അതേപോലെ നല്ല ടേസ്റ്റും ആണ്. എനിക്ക് എന്തോ ഒരു ടേസ്റ്റ് ഡിഫറൻസ് തോന്നിയിട്ടുണ്ട് നമുക്ക് അല്ലാതെ കിട്ടുന്നതിൽ നിന്ന്. അതേപോലെ ഞങ്ങൾ എപ്പോഴും വാങ്ങുന്നത് ഏലക്കേന്റെ ആണ് അധികവും. പ്ലെയിൻ ആയിട്ടുള്ളത് നല്ലതാ, ഏലക്കേന്റെ ആണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. മസാല ടീ, ജിഞ്ചർ ടീ ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടം, പക്ഷെ ഏലക്ക ഒരു പടി മേലെയാണ്. അപ്പൊ ഏലക്കേന്റെയും നല്ല ടേസ്റ്റ് ആണ്. കാരണം അങ്ങനെ ഒരു മായം പോലെ എനിക്ക് ഇതിന്റെ മായത്തിനെ കുറിച്ചൊന്നും അധികം പറയാൻ അറിയില്ല. പക്ഷെ ആസ് എ കസ്റ്റമർ ഇത്രയും നാൾ ഉപയോഗിച്ചപ്പോൾ എനിക്കൊരു ഐ ഹാവ് ഓൺലി ഫെൽറ്റ് ഗുഡ് ആൻഡ് നല്ല ടേസ്റ്റ് ആണ്. ആ ഏലക്കേന്റെ ഒക്കെ ഒരു ഫ്ലേവർ നല്ല രസമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ നമുക്ക് എന്തായാലും തോന്നും. അടുത്തത് കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി പല ടൈപ്പ് ഉണ്ട്. നമുക്ക് കാപ്പി കുരുവായിട്ട് തന്നെ വാങ്ങാൻ പറ്റും, അല്ല കാപ്പിപ്പൊടി നമുക്ക് റോസ്റ്റഡ് ഉണ്ട്, അല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങൾ ഈ അടുത്തിപ്പം ഞാൻ കുറച്ച് കാപ്പിപ്പൊടിയൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചതുകൊണ്ട് ഞാൻ ഒറ്റ പാക്കറ്റേ എടുത്തുള്ളൂ. പക്ഷെ സാധാരണ ഞങ്ങൾ പോകുമ്പോൾ 2-3 പാക്കറ്റൊക്കെ എടുക്കുന്നത്, നമ്മൾ അവിടെ വരെ പോകുന്നതല്ലേ. അങ്ങനെ മാത്രമല്ല നല്ല ലാഭമാണ്. നമ്മൾ ആ പോയിന്റിൽ പോയി വാങ്ങുന്നതുകൊണ്ട് ലാഭമാണ്. അതേപോലെ ഒറിജിനൽ സാധനം കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു 200 ഗ്രാം വരുന്ന ഒരു പാക്കാണ്. കാപ്പിപ്പൊടിയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇത് ഞങ്ങൾ മുന്നേ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, നല്ലതാണ്. കാപ്പി കുരുക്കൾ എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി വീട്ടിലുള്ളത് കൊണ്ട് പിന്നെ അതും കൂടെ മേടിച്ച് ഇനി സ്റ്റോക്ക് ഇങ്ങനെ വെറുതെ കൂട്ടണ്ട, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ പോരെ. കൊക്കോ മരങ്ങളൊക്കെ അധികമുള്ള സ്ഥലങ്ങളായതുകൊണ്ടാണ് നമുക്ക് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് അധികവും കിട്ടും. അപ്പൊ അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചതാണ്. അത് നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ ബോക്സ് തുറന്ന് കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വന്നിട്ട് 2 ദിവസം ആയിട്ടേ ഉള്ളൂ. അതിനുള്ളിൽ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ വാങ്ങിച്ചത് കുറച്ച് ബദാമാണ്. ഈ പറയുന്ന പോലെ റോസ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് അല്ലാത്തൊക്കെ അവിടെ ഉണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് നട്ട്സും ഉണ്ട്. ഞാനിപ്പോൾ ബദാം മാത്രമേ വാങ്ങിച്ചോളൂ, കാരണം എനിക്ക് വേറെ ഒന്നും ഇപ്പൊ കറന്റ്ലി ആവശ്യമില്ല. അപ്പൊ ബദാം എനിക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഡയറ്റ് പ്ലാനിൽ ബദാം പലയിടങ്ങളിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ബദാം കുറച്ച് ഏറെ ആവശ്യമുണ്ട്. നല്ല ലാഭത്തിനാണ് കേട്ടോ അവിടെ നമുക്ക് കിട്ടിയത്. ഇതുപോലെ നമുക്ക് കാഷ്യൂ നട്ട്സ് ഉണ്ട്, വാൾനട്ട്സ് ഉണ്ട്, പീനട്ട്സ് ഉണ്ട്, ഹേസൽ നട്ട്സ് ഉണ്ട്, എല്ലാ ടൈപ്പ് നട്ട്സും ആ കടയിലുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഫിഗ് ആണ്, അത്തിപ്പഴം. ഇത് ഡ്രൈഡ് ഫിഗ് ആണ്. അപ്പൊ ഇതും നമ്മുടെ ഡയറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് പലയിടങ്ങളിൽ വരുന്ന ഒരു സംഭവമാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് നമ്മുടെ പംകിൻ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്. ഇത് മൂന്നും അഗൈൻ നമ്മുടെ ഡയറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ്.
ചിയ സീഡ്സിന്റെയും ഇതിന്റെ ഒന്നും ഗുണം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇനി അഥവാ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസിന് ഒത്തിരി പ്രോട്ടീനും അതേപോലെ മിനറൽസും കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. സ്റ്റൊമക് ഫില്ലിംഗ് ആണിത്. അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ബ്രേക്ക് ഡൗണിന് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ നമ്മുടെ കുരുമുളക്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സ്റ്റാർ അനൈസ്, പെരിഞ്ജീരകം ഇത്രയാണ് നമ്മുടെ സ്പൈസസ് ആയിട്ട് ഞാൻ വാങ്ങിച്ചത്. ബേ ലീഫ് ഉണ്ടായിരുന്നു, ബേ ലീഫ് ഞാൻ എടുത്തില്ല കാരണം എനിക്ക് അത്ര പ്രിയമല്ല. പിന്നെ നമ്മൾ വാങ്ങിച്ചാലും ഒന്നോ രണ്ടോ ഒക്കെ എടുത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി എനിക്ക് കുറെ മേടിക്കാനും തോന്നിയില്ല. ഇത്രയാണ് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്പൈസസ് വീട്ടില്. അവിടെ വൈറ്റ് പെപ്പർ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. ഞാൻ ചോദിച്ചു വൈറ്റ് പെപ്പർ. പിന്നെ ഞാൻ വാങ്ങിച്ചത് ലൂവിക്ക ഉപ്പിലിട്ടതാണ് കേട്ടോ. ലൂവിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വെറുതെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പിലിട്ട എനിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. നമുക്ക് ചില സമയത്ത് ഇവിടെ ചോറിന്റെ കൂടെയൊക്കെ ലൂവിക്ക ഉപ്പിലിട്ടതും പിന്നെ ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലാവിഷാണ്. അപ്പൊ നമ്മൾ വീട്ടിൽ ചിലപ്പോൾ ഉപ്പിലിടാറുമുണ്ട്. പക്ഷെ ഇപ്രാവശ്യം പോയപ്പോൾ കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ ചേട്ടനും ഞാനും എടുത്തതാണ്. അപ്പൊ ഇതിന് ആക്ച്വലി 60 രൂപയാണ്. 400 ഗ്രാമിന്റെ ഇതിന് 60 രൂപയാണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ മുമ്പ് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം നല്ല ടേസ്റ്റാണ്. ഇത് സംഭവം നമ്മുടെ സ്കിൻ കെയറിന്റെ ഭാഗമായിട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മൾ സ്ട്രെച്ച് മാർക്സ് കുറയാൻ വേണ്ടിയിട്ട് ഒലിവ് ഓയിൽ ഞാൻ കുറെ നാളായിട്ട് ഉപയോഗിക്കുന്നതാണ്. നല്ല രീതിയിൽ ചേഞ്ച് ഉണ്ട്. എന്നാലും ഞാൻ ഇപ്പോഴും പ്രീ ബാത്ത് മസാജ് എന്ന നിലയിൽ ഞാൻ ഇപ്പോഴും അത് ചെയ്യാറുണ്ട്. ഒലിവ് ഓയിൽ തീർന്നായിരുന്നു മുന്നേ വാങ്ങിച്ചത്. അപ്പം എന്തായാലും വേണം. അപ്പൊ ഇവിടെ നമുക്ക് ഒറിജിനൽ സാധനം കിട്ടുമല്ലോ. പിന്നെ ഞാൻ എന്തായാലും അവിടുന്ന് അങ്ങ് എടുത്തു. അപ്പൊ ഇത് ഈ പറയുന്ന പോലെ 100 ml ബോട്ടിലാണ്. ഇതിന് 150 രൂപയാണ്. പിന്നെ നമ്മുടെ സ്കിൻ കെയറിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ റോസ്മേരി ലീവ്സ്. റോസ്മേരി ഓയിലിനെ വാട്ടറിനെ ഒക്കെ കുറിച്ച് നമ്മൾ കുറെ നാൾ മുമ്പ് നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ എടുത്ത് പറയുന്നുണ്ട് റോസ്മേരി ഓയിലാണ് ബെറ്റർ വാട്ടറിനെ കാട്ടിയിരുന്നത്. അപ്പൊ ഞാൻ ഓയിലാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. പക്ഷെ റോസ്മേരി വാട്ടറും ഞാൻ ആ സമയത്ത് ആ ഒരു ആൽപ്സ് ഗുഡ്നസിന്റെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ചേട്ടനും ഞങ്ങൾ രണ്ടുപേരും അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിൽ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ. അതായത് ബ്ലൈൻഡ്ലി നമ്മൾ അത് ഉപയോഗിക്കരുത്, നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാമെന്നൊക്കെ. അപ്പം ആ ഒരു ബോട്ടിൽ തീർന്നു. അപ്പൊ ഞാനിപ്പോ എന്തായാലും നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള റോസ്മേരി ലീവ്സ് വാങ്ങിച്ചു കേട്ടോ. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ഈ റോസ്മേരി ലീവ്സ് ഒരു 60 ഗ്രാമാണ് 100 രൂപയാണ് കേട്ടോ. ഇതും ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സൈറ്റിൽ നിന്ന് മേടിച്ചത് കൊണ്ടാണ് ഈ വിലക്കുറവ്. അടുത്ത സംഭവം എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എവിടെയും പോയിട്ടില്ല. നമുക്കിപ്പോഴും റോസ്മേരി ഓയിൽ തന്നെയാണ് നമ്മുടെ ഫേവറേറ്റ്. റോസ്മേരിന്റെ വീഡിയോയില് ഞാനൊരു ഓയിൽ പറയുന്നുണ്ട്. അതും നല്ലതായിരുന്നു. പക്ഷെ ഇത് എനിക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. കുറച്ചും കൂടെ എസൻസ് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇതൊരു ഉപയോഗിക്കാൻ തുടങ്ങിയില്ല. മറ്റേത് തീരാറായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇതൊരു 10 ml പാക്കറ്റിന് 120 രൂപയാണ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.